യമഹയുടെ MT-15 കസ്റ്റമൈസ് യുവർ ഓറ എഡിഷൻ എന്ന് പറയുന്നത് യമഹയുടെ BS-6 MT-15 തന്നെയാണ്. അതിനകത്ത് നമുക്കിപ്പം പുതിയതായിട്ട് കസ്റ്റമൈസ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഓപ്ഷൻ വരുന്നുണ്ട്. അതായത് നമുക്ക് വണ്ടിയുടെ കളർ മാറ്റാൻ പറ്റും, പിന്നെ അതിനൊക്കെ നമ്മുടെ റിം കളറും പിന്നെ ഗ്രാഫിക്സിൻ്റെ കളറും ഇതെല്ലാം മാറ്റി നമുക്ക് ഇഷ്ടമുള്ള രീതിയിലേക്കുള്ള വണ്ടിയാക്കി മാറ്റാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ് ഈ കസ്റ്റമൈസ് യുവർ ഓറ എഡിഷൻ. പക്ഷേ ഞാൻ പറഞ്ഞ കണക്കാണ് ഇതെന്ന് പറയുന്നത് MT-15 BS-6 വേർഷൻ തന്നെയാണ്. അതായത് നമ്മൾ ബാക്കിയുള്ള ഡിസൈനും അതിനൊക്കെ തന്നെ പെർഫോമൻസും റൈഡ് കംഫർട്ടും റൈഡ് ക്വാളിറ്റിയൊക്കെ നോക്കുവാണെങ്കിൽ അതെല്ലാം BS-6 MT-15 എങ്ങനെയാണോ അതേ കണക്ക് തന്നെയാണ് വന്നേക്കുന്നത്. അത് നമുക്ക് ഈ BS-6 MT-15 നോക്കാൻ നേരത്തെ നമുക്ക് 3 കളർ ഓപ്ഷനാണ് വരുന്നത്. അത് ഇവിടുത്തെ പ്രൈസിങ്ങിനകത്ത് തന്നെ നമ്മുടെ നോർമലായിട്ടുള്ള BS-6 വണ്ടി നോക്കുമ്പോഴും പിന്നെ ഈ കസ്റ്റമൈസ് ഓറ എഡിഷൻ നോക്കാൻ നേരത്ത് ഒരു പ്രൈസ് വ്യത്യാസമുണ്ട്. അത് നിങ്ങൾ ഇവിടെ കാണുന്നതാണ് ഇതിൻ്റെ എക്സ്ഷോറൂം പ്രൈസിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ എക്സ്ഷോറൂം പ്രൈസിംഗ് കണ്ട സ്ഥിതിക്ക് നിങ്ങൾക്ക് ഓൺ റോഡ് പ്രൈസിംഗ് അറിയണോ അല്ലെങ്കിൽ വണ്ടി ഒന്ന് ടെസ്റ്റ് റൈഡ് ചെയ്യണമെന്നോ അല്ലെങ്കിൽ ബുക്കിങ്ങിനെ പറ്റിയൊക്കെ അറിയണമെങ്കിൽ നിങ്ങൾക്ക് ദയവീ യമഹയെ കോൺടാക്ട് ചെയ്യാം, നിങ്ങൾ കൊല്ലം കേരളത്തിലുള്ളൊരു വ്യക്തിയാണെങ്കിൽ. ഇനി നമുക്ക് വണ്ടിയുടെ കാര്യത്തിലേക്ക് പോകാം. അപ്പോൾ ഈ വണ്ടിയുടെ കാര്യത്തിലേക്ക് വരാൻ നേരത്ത് ഞാൻ ആദ്യം പറഞ്ഞതാണ് ഇവിടുത്തെ ഡിസൈൻ എന്ന് പറയുന്നത് MT-15 എങ്ങനെയാണോ അതേ ഡിസൈൻ തന്നെയാണ്. അതായത് നമുക്ക് പണ്ടത്തെ MT-15 BS-4 MT-15 നോക്കിക്കഴിഞ്ഞാൽ നമ്മളുടെ ഡിസൈൻ എങ്ങനെയായിരുന്നു അതേ കണക്കത്തെ ഡിസൈനാണ്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ്. കാരണം നമുക്കൊരു പ്രോപ്പറായിട്ടുള്ള ഒരു നേക്കഡ് സ്റ്റൈൽ ബൈക്ക് കണക്കാണ് വരുന്നത്. പ്രത്യേകിച്ച് നമ്മൾ ഫ്രണ്ടിൽ കാണുമ്പോൾ തന്നെ ഈ ഫ്രണ്ടിലത്തെ ഹെഡ്ലൈറ്റ് സെറ്റ് എന്ന് പറയുന്നത് തന്നെ ഒരു ഫേസ് കണക്കിരിക്കുന്ന ഹെഡ്ലൈറ്റ് സെറ്റാണ്. അത് ഇവിടുത്തെ ഹെഡ്ലൈറ്റിൻ്റെ റേഞ്ചും കവറേജും പോലും ഏറ്റവും പെർഫെക്റ്റ് ആണ്. അതങ്ങനെ ആവാനുള്ള കാരണം എന്ന് പറഞ്ഞാൽ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഈ ബൈ ഫംഗ്ഷണൽ LED ഹെഡ്ലൈറ്റ് ഏറ്റവും നല്ലോണമാണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഇനി നമ്മൾ ഇവിടുത്തെ ഹാൻഡിൽ എടുക്കാൻ നേരത്ത് ഇതൊരു പ്രോപ്പറായ സ്ട്രെയിറ്റ് ടൈപ്പ് ഹാൻഡിലാണ്. അത് നമുക്ക് ഈ ഹാൻഡിൽ വരുന്ന സ്വിച്ച് കൺട്രോൾസ് നോക്കാൻ നേരത്ത് പോലും നമുക്ക് അത്യാവശ്യമുള്ള എല്ലാ സ്വിച്ച് കൺട്രോൾസും കിട്ടുന്നുണ്ട്. നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഡിമ്മും റൈറ്റും പാസ് ലൈറ്റും വരുന്ന ഒരു ടോഗിളുണ്ട്. പിന്നെ നമുക്ക് ഹോണാണ്, പിന്നെ ഇൻഡിക്കേറ്റർ കൺട്രോളാണ്. പിന്നെ റൈറ്റ് സൈഡിൽ നോക്കാൻ നേരത്ത് നമുക്ക് എഞ്ചിൻ കിൽ സ്വിച്ചും സെൽഫ് സ്റ്റാർട്ട് സ്വിച്ചും ആണ്. അത് കഴിഞ്ഞ് നമ്മളിവിടുത്തെ സ്പീഡോ കൺസോൾ എന്ന് പറയുന്നത് ഇതും ഒരു ഏറ്റവും നല്ലൊരു കാര്യമാണ് ഈ വണ്ടിയുടെ. നമുക്ക് ഇവിടെ വന്നേക്കുന്ന സ്പീഡോ കൺസോൾ ഒരു നെഗറ്റീവ് LCD മീറ്റർ ആണ്, ഒരു മീറ്ററാണ്. അത് ഇതിൽ നമുക്ക് അത്യാവശ്യമായിട്ട് എല്ലാ ഇൻഫർമേഷനും കാണിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഇതിനകത്ത് കാണിക്കുന്ന ഇൻഫർമേഷനൊക്കെ വായിക്കാനും ഒരു ബുദ്ധിമുട്ടില്ല. അതായത് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മീറ്ററാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഇവിടുത്തെ ടാങ്ക് എന്ന് പറയുന്നത് വലിയൊരു അട്രാക്ഷൻ ആണ്. കാരണം ഈ ടാങ്കിൻ്റെ ഡിസൈൻ എന്ന് പറയുന്നത് തന്നെ വളരെ ഷാർപ്പായ ഒരു ഡിസൈനാണ്. പിന്നെ അത് മാത്രമല്ല ഈ ഡിസൈൻ ചെയ്തേക്കുന്നത് റൈഡറിന് പ്രോപ്പറായിട്ട് ഒരു ഗ്രിപ്പ് ചെയ്യാൻ പറ്റുന്ന രീതിയിലാണ്. അതായത് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ട് കാല് വെക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഡിസൈനാണ്. പിന്നെ അതിൻ്റെ കൂടെ തന്നെ ഇവിടുത്തെ ഗ്രാഫിക്സ് എന്ന് പറയുന്നത് സിമ്പിളാണ്, പക്ഷേ എന്നാലും നല്ല അട്രാക്റ്റീവ് ആയ ഗ്രാഫിക്സ് തന്നെയാണ്. അപ്പോൾ ഇതുകൊണ്ട് തന്നെ ഇതിൻ്റെ ടാങ്ക് ഡിസൈൻ നല്ല ഹൈപ്പായിട്ട് നിൽക്കുന്ന ഒരു കാര്യമാണ്. പക്ഷേ ഈ ടാങ്കിൻ്റെ ഒരു പോരായ്മ എന്ന് പറയുന്നത് ഇതിൻ്റെ ടാങ്ക് കപ്പാസിറ്റിയാണ്. അത് ഇവിടുത്തെ ഫ്യൂൽ ടാങ്ക് കപ്പാസിറ്റി വെറും 10 ലിറ്റർ മാത്രമേ ഉള്ളൂ. അത് ഈ 10 ലിറ്ററിൻ്റെ കപ്പാസിറ്റിയുടെ തന്നെ ഇവിടുത്തെ മൈലേജ് എന്ന് പറയുന്നത് ഒരുപാട് കൂടുതലൊന്നുമല്ല. കാരണം എൻ്റെ ടെസ്റ്റിങ്ങിനകത്ത് എനിക്ക് കിട്ടിയ മൈലേജ് ഒരു 45 km/ലിറ്റർ ആയിരുന്നു ഒരു അപ്രോക്സ് മൈലേജ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനത്തെ ഒരു മൈലേജ് വരാൻ നേരത്ത് തന്നെ നമുക്ക് ഈ ടാങ്ക് കപ്പാസിറ്റി കുറഞ്ഞു പോയതൊരു പ്രശ്നമായിട്ട് എനിക്ക് തോന്നുന്നുണ്ട്. പക്ഷേ അത് ഒഴിച്ച് കഴിഞ്ഞാൽ വേറെ കാര്യത്തിനകത്ത് ഈ ഡിസൈനകത്ത് പ്രത്യേകിച്ച് ഈ ടാങ്കിൻ്റെ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഫൈബറിൻ്റെ ക്വാളിറ്റി പോലും നല്ലോണം തന്നെ വന്നിട്ടുണ്ട്. അത് ഈ വണ്ടിയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അതായത് നമുക്ക് ഇവിടെ ഉപയോഗിച്ചിരുന്ന പാർട്സിൻ്റെ ക്വാളിറ്റി നോക്കിക്കഴിഞ്ഞാൽ എല്ലാം പെർഫെക്റ്റ് ആയിട്ടാണ് വന്നേക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് വണ്ടിയുടെ ഡ്യൂറബിലിറ്റി വെച്ച് പറയാൻ നേരത്ത് അങ്ങനെ പ്രശ്നം വരേണ്ട ഒരു സാധ്യത കാണുന്നില്ല. പിന്നെ വണ്ടിയുടെ ബാക്ക് പോർഷൻ നോക്കാൻ നേരത്ത് ഇവിടുത്തെ ടെയിൽ ലൈറ്റിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് കുറച്ച് പൊങ്ങി നിൽക്കുന്ന ഒരു ടെയിൽ ലൈറ്റാണ്. അത് മാത്രമല്ല നല്ല അട്രാക്റ്റീവ് ആയിട്ട് നിൽക്കുന്ന ഒരു ടെയിൽ ലൈറ്റാണ്. ഈ ഡിസൈനിന് മാച്ചിങ് ആ ഒരു ടെയിൽ ലൈറ്റാണ്. പക്ഷേ ഇവിടുത്തെ പിലിയൻ ഗ്രാബ് ബാർ എന്ന് പറയുന്നത് അത്ര വലിയൊരു പെർഫെക്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടില്ല. അത് നമുക്ക് ആദ്യത്തെ MT-15 തന്നെ കണ്ടൊരു കാര്യമാണ്. പക്ഷേ കംഫർട്ടബിൾ ആണ്. പക്ഷേ ഡിസൈനിനകത്തൊരു പ്രോപ്പർ അട്രാക്ഷൻ ആയിട്ട് എനിക്ക് തോന്നാത്തൊരു കാര്യമാണ്. ഇവിടെ ബാക്കിൽ വേറെ കാര്യം കൂടെ ശ്രദ്ധിക്കാൻ പറ്റുന്ന ഇവിടുത്തെ മഡ് ഫ്ലാപ്പ് കൊള്ളാം. അതിനൊക്കെ നമുക്ക് ഇവിടെ റേറ്റ് ആയ ഹഗർ വരുന്നുണ്ട്. അതിനൊക്കെ അണ്ടർ കോളും കിട്ടുന്ന വണ്ടിക്കകത്ത്. പക്ഷേ അണ്ടർ കോളിനകത്ത് തന്നെ ഇവിടെ വണ്ടിയുടെ ഗ്രൗണ്ട് ക്ലിയറൻസ് 170 mm ഉള്ളതുകൊണ്ട് അടിയിടിക്കുന്ന ഒരു പ്രശ്നം വരേണ്ട ഒരു കാര്യം വരുന്നുമില്ല. പിന്നെ അവസാനമായിട്ട് ഡിസൈൻ സൈഡിൽ വരുന്നൊരു കാര്യം എന്ന് പറയുന്നത് വണ്ടിയുടെ എക്സോസ്റ്റ് ആണ്. അത് ഇവിടുത്തെ എക്സോസ്റ്റ് നോക്കാൻ നേരത്ത് അത്യാവശ്യം നീറ്റായ ഒരു എക്സോസ്റ്റ് തന്നെയാണ്. ഒരു സർക്കുലർ ടൈപ്പൊക്കെ വന്നേക്കുന്ന ഒരു എക്സോസ്റ്റ് ആണ്. എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഡിസൈൻ മൊത്തത്തിൽ പറയുമ്പോൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട ഒരു ഡിസൈനാണ്. പക്ഷേ ഇതെന്ന് പറയുന്നതിനകത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം നമുക്ക് ഡിസൈനിനകത്ത് ഈ പഴയ MT-15 നിന്ന് അങ്ങനെ അധികം വ്യത്യാസം വന്നിട്ടില്ല. അതൊരു വിധത്തിൽ നല്ലൊരു കാര്യം തന്നെയാണ്. കാരണം നമുക്ക് MT-15 എന്ന് പറയുന്ന വണ്ടി ഇപ്പോഴും ഒരു പുതിയ വണ്ടി കണക്ക് തന്നെയാണ്. ഇപ്പോൾ BS-4 എടുത്താൽ പോലും അധികം വർഷം പഴക്കമില്ലാത്തൊരു വണ്ടിയാണ് ഈ MT-15 എന്ന് പറയുന്നത്. അതിൽ നമുക്കിപ്പോൾ ഈ കസ്റ്റമൈസ് ഓറ എഡിഷൻ വരാൻ നേരത്ത് നമുക്ക് കളർ ചേഞ്ചൊക്കെ വരുത്തി നമുക്ക് നമ്മുടെ രീതിയിലേക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന ഒരു നല്ല ഓപ്ഷൻ തന്നെയാണ്. പിന്നെ അത് കഴിഞ്ഞ് നമുക്കിപ്പോൾ BS-6 ആയപ്പോൾ എന്തായാലും ഒരു മാറ്റം വരണം. കാരണം വണ്ടിയുടെ എഞ്ചിൻ മാറേണ്ട ഒരു കാര്യം വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ അങ്ങനെ മാറിയിട്ടുണ്ട്. അതും ഇവിടുത്തെ എഞ്ചിൻ്റെ കപ്പാസിറ്റി നോക്കുവാണെങ്കിൽ ഇതൊരു 155cc എഞ്ചിനാണ്. ഇതൊരു ലിക്വിഡ് കൂൾഡ് 4 വാൽവ് ഫ്യൂൽ ഇഞ്ചക്ഷൻ എഞ്ചിൻ തന്നെയാണ്. പക്ഷേ ഇവിടുത്തെ മാക്സ് പവറും ടോർക്കും നോക്കാൻ നേരത്ത് നമ്മുടെ പഴയ BS-4 വണ്ടിയിൽ നിന്ന് മാക്സ് പവറും ടോർക്കും കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ മാക്സ് പവറും ടോർക്കും കുറയാൻ നേരത്ത് നമുക്ക് സ്വാഭാവികമായി സംഭവിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഈ നമ്പറിനകത്ത് കുറഞ്ഞാൽ തന്നെ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് അത് ഫീൽ ചെയ്യണം. അപ്പോൾ ഞാനിവിടെ BS-4 ഓടിച്ചിട്ട് ഇപ്പോൾ BS-6 ഓടിച്ച സമയത്ത് എനിക്ക് തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ചെറിയൊരു വ്യത്യാസമുണ്ട് ടോർക്കിനകത്തും പവറിനകത്തും. പ്രത്യേകിച്ചും ആ കയറിപ്പോണ രീതിക്കകത്തൊക്കെ ഒരു ചെറിയ വ്യത്യാസമുണ്ട്. എന്നാലും അതിൻ്റെ ഒരു പോരായ്മയായിട്ട് എനിക്ക് തോന്നിയില്ല. കാരണം ഈ വണ്ടിയുടെ എഞ്ചിൻ നല്ല റിഫൈൻഡ് ആയ എഞ്ചിനാണ്. അത് യമഹയുടെ എല്ലാ എഞ്ചിനും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതേ ഒരു റിഫൈൻമെൻറ്റ് ഇവിടെ വരുന്നുണ്ട്. പിന്നെ അതിലൂടെ തന്നെ അത്യാവശ്യം നല്ല പവറും ടോർക്കും ജനറേറ്റ് ചെയ്യുന്ന എഞ്ചിൻ തന്നെയാണ് ഈ പുതിയ എഞ്ചിനും. അതായത് ഇപ്പോഴും നല്ല പെർഫോമൻസ് തരുന്നൊരു വണ്ടി തന്നെയാണ്. പക്ഷേ നമുക്ക് ഇവിടുത്തെ പെർഫോമൻസിൻ്റെ രീതി പറയാൻ നേരത്ത് നമുക്ക് പെട്ടെന്ന് സ്പീഡ് കയറി പോകുന്ന രീതിയല്ല. അതിന് പകരം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള രീതിയിൽ ഒരു ലീനിയർ ആയ ഒരു സ്പീഡ് ഗെയിൻ ആണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ അത് നല്ലൊരു കാര്യമാണ്. കാരണം നമുക്ക് അങ്ങനത്തെ രീതി വരാൻ നേരത്ത് ഇപ്പോൾ നമ്മൾ വണ്ടി ഇപ്പോൾ ഹൈവേയിൽ ഓടിക്കണമെങ്കിൽ അല്ലെങ്കിൽ നമ്മളിപ്പോൾ സിറ്റി ഉപയോഗത്തിന് എടുത്താൽ പോലും അതിനകത്തൊന്നും ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ തന്നെ വണ്ടി പെർഫോം ചെയ്യും. അതായത് നമുക്ക് എല്ലാ കാര്യത്തിനും ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ സെറ്റ് ചെയ്തേക്കുന്ന ഒരു എഞ്ചിനാണ് ഈ MT-15 വന്നേക്കുന്നത്. പ്രത്യേകിച്ച് എല്ലാ കാര്യം എടുത്ത് പറയാനുള്ള
പറയാനുള്ള കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് 6 ഗിയർ വരുന്നുണ്ട്. അതായത് ഇവിടുത്തെ ഗിയർ ബോക്സ് എന്ന് പറഞ്ഞാൽ 6 സ്പീഡ് ഗിയർ ബോക്സ് ആണ്. അതിൽ തന്നെ നമുക്ക് ഗിയർ റേഷ്യോ എടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് ഷോർട്ട് ആയതോ അല്ലെങ്കിൽ ഒരുപാട് ലോങ് ആയ ഒരു ഗിയർ റേഷ്യോ അല്ല, അതിനിടയ്ക്ക് വരുന്ന രീതിയാണ്. അപ്പോൾ അത് നമുക്ക് ഇങ്ങനത്തെ രീതിയിൽ സഹായിക്കുന്നുണ്ട്. അതായത് നമ്മൾ സിറ്റിയിൽ ഉപയോഗിക്കാൻ നേരത്ത് നമുക്ക് വേണമെങ്കിൽ വണ്ടിയെ നമുക്ക് ലോവർ RPM തന്നെ ഇട്ട് ഓടിക്കാൻ നേരത്ത് തന്നെ നമുക്ക് വണ്ടിയുടെ എഞ്ചിൻ ഇടിക്കുന്ന പ്രശ്നങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണത്തില്ല. പിന്നെ നമ്മളിപ്പോൾ ഹൈവേ കയറാൻ നേരത്ത് നമുക്ക് വേണമെങ്കിൽ കുറച്ചും കൂടെ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്ത് ഗിയർ ഷിഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്യാൻ നേരത്ത് നമുക്ക് 0-ൽ നിന്ന് 100 km/h നമ്മളെ എഞ്ചിനെ സ്ട്രെസ് ചെയ്യാതെ തന്നെ നമുക്ക് കയറി പോകാൻ പറ്റുന്ന രീതിയിലാണ് വന്നേക്കുന്നത്. അത് നമ്മളിപ്പോൾ ആ ഒരു സ്പീഡ് റേഞ്ച് ഓടിച്ചു കഴിഞ്ഞാൽ പോലും നമ്മുടെ ഈ എഞ്ചിൻ്റെ അന്നൊരു സ്ട്രെസ്സും അനുഭവപ്പെടുന്നില്ലായിരുന്നു. അതിനൊക്കെ തന്നെ വണ്ടിയിൽ നിന്ന് വൈബ്രേഷൻ വരുന്നില്ലായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ എനിക്ക് വണ്ടിയുടെ പെർഫോമൻസും റൈഡ് ക്വാളിറ്റിയും ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ ശ്രദ്ധിക്കേണ്ട വേറെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ യമഹയുടെ MT-15 അതേക്കണക്ക് തന്നെ R15 വരുന്ന 2-3 ടെക്നോളജി എന്ന് പറയുന്നതിനകത്ത് ഒന്നെന്ന് പറയുന്നത് വേരിയബിൾ വാൽവ് ആക്ച്വേഷൻ സിസ്റ്റം ആണ്. അപ്പോൾ അതുള്ളതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ ലോവർ RPMത്തിനകത്ത് വണ്ടി ഓടിക്കുന്ന സമയത്ത് അത്യാവശ്യം നല്ല ടോർക്ക് കിട്ടുന്നത്. അപ്പോൾ അങ്ങനെ വരുന്നതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഇങ്ങനെ സിറ്റി ഉപയോഗത്തിനകത്ത് പോലും നമുക്ക് ആ ഒരു ബുദ്ധിമുട്ട് മാറ്റി കിട്ടുന്നത്. പിന്നെ നമുക്ക് ഇവിടെ കിട്ടുന്ന അടുത്തൊരു ടെക്നോളജി എന്ന് പറയുന്നത് ഇവിടെ നമുക്ക് അസിസ്റ്റൻറ്റ് സ്ലിപ്പർ ക്ലച്ച് വരുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുന്നതുകൊണ്ട് നമ്മൾ റൈഡറിന് ഒരു തരത്തിലുള്ള ഒരു അസൗകര്യം വരത്തില്ല വണ്ടി ഓടിക്കുന്ന സമയത്ത്. അതിനൊക്കെ തന്നെ ഇവിടുത്തെ ഗിയർ ബോക്സിൻ്റെ കാര്യത്തിനകത്ത് തന്നെ പെർഫെക്റ്റ് ആയ ഗിയർ ഷിഫ്റ്റുകൾ തന്നെയാണ് കിട്ടുന്നത്. അപ്പോൾ ഇതെല്ലാം കൊണ്ടാണ് ഞാൻ മുമ്പേ തന്നെ പറഞ്ഞത് എനിക്ക് ഇതിൻ്റെ റൈഡ് ക്വാളിറ്റി ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന്. പക്ഷേ എനിക്ക് ഇതിനെക്കാട്ടി ഇഷ്ടപ്പെട്ട വേറെ കാര്യം ഈ MT-15 പറയുന്നത് ഇതിൻ്റെ റൈഡ് കൺട്രോൾ ആണ്. അതായത് ഏറ്റവും ബെസ്റ്റ് റൈഡ് കൺട്രോൾ ഉള്ളൊരു വണ്ടിയാണ് ഈ MT-15 എന്ന് പറയുന്നത്. അത് നമ്മുടെ പഴയ MT-15 എങ്ങനെയാണോ അതേക്കാണ്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സീറ്റിംഗ് പോസ്റ്റർ അങ്ങനത്തെ രീതിയിലാണ് വന്നേക്കുന്നത്. പിന്നെ വണ്ടിയുടെ ഡിസൈനും അതിനുവേണ്ടി സഹായിക്കുന്നുണ്ട്. അപ്പോൾ സീറ്റിംഗ് പോസ്റ്ററിൻ്റെ കാര്യം പറയാൻ നേരത്തെ നമ്മൾ ഹാൻഡിലിനോട് ചേർന്നാണ് ഇരിക്കുന്നത്. അത് മാത്രമല്ല നമ്മൾ ഫ്രണ്ടിൽ നോക്കാൻ നേരത്തെ തന്നെ നമുക്ക് റൈഡർ ഇരിക്കുന്ന സമയത്ത് നമുക്കൊരു പെർഫെക്റ്റ് ആയ വ്യൂ ആണ് റോഡിലേക്ക് കിട്ടുന്നത്. കാരണം നമുക്ക് ഹെഡ്ലൈറ്റിൻ്റെ തടസ്സങ്ങളോ അല്ലെങ്കിൽ വൈസറിൻ്റെ തടസ്സങ്ങളോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഇല്ല. അപ്പോൾ നമുക്കൊരു പെർഫെക്റ്റ് വ്യൂ കിട്ടുന്നുണ്ട്. പിന്നെ അടുത്തൊരു കാര്യം ശ്രദ്ധിക്കാൻ പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ മുമ്പേ പറഞ്ഞതാണ് നമ്മുടെ ഈ ടാങ്ക് ഡിസൈൻ എന്ന് പറയുന്നത് നമ്മുടെ റൈഡറിന് കറക്റ്റായിട്ട് കാല് വെക്കാൻ പറ്റുന്ന ഒരു ഡിസൈനാണ്. പിന്നെ കാല് വെക്കുന്ന കാര്യത്തിന് അതൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് വെച്ച് കഴിഞ്ഞാൽ കുറച്ച് അഗ്രസീവ് ആയ ഒരു പോസ്റ്ററാണ്. കാരണം നമ്മുടെ ഗിയർ ലിവറും അതുകൊണ്ട് തന്നെ ബ്രേക്ക് പാഡും ഒക്കെ കുറച്ച് ബാക്കിലോട്ട് ഇരിക്കുകയാണ്. പക്ഷേ അത് നമുക്ക് റൈഡിങ് സമയത്ത് നമുക്ക് അങ്ങനെ ബുദ്ധിമുട്ടൊന്നും വരുന്നില്ലായിരുന്നു. കാരണം നമുക്കിപ്പോൾ ഒരു 100 കിലോമീറ്ററിൻ്റെ റൈഡ് തന്നെ നമുക്ക് ഒറ്റ സ്ട്രെച്ചിൽ പോയാലും അങ്ങനെ ഒരു ബുദ്ധിമുട്ടും തോന്നാത്ത രീതിയിലാണ് ഇതിൻ്റെ റൈഡിങ് പോസ്റ്റർ വന്നേക്കുന്നത്. പക്ഷേ ഇവിടുത്തെ റൈഡിങ് കംഫർട്ട് കാര്യത്തിലേക്ക് വരാൻ നേരത്ത് അതിനകത്ത് നമ്മൾ 2-3 കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അത് നമുക്ക് ആദ്യമേ റൈഡറിൻ്റെ കംഫർട്ട് തന്നെ പറയാം. അപ്പോൾ റൈഡറിൻ്റെ കംഫർട്ട് കാര്യം പറയാൻ നേരത്ത് നമ്മളിവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ സീറ്റ് ഹൈറ്റ് അത്യാവശ്യം കൂടുതലാണ്. 810 mm ആണ് സീറ്റ് ഹൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ചിലപ്പം ചില റൈഡേഴ്സിന് ഒരു ബുദ്ധിമുട്ട് വരുന്ന ഒരു കാര്യമായിരിക്കാം. പക്ഷേ എനിക്കിവിടെ സീറ്റ് ഹൈറ്റിൻ്റെ പ്രശ്നങ്ങളൊന്നും വന്നില്ലായിരുന്നു. അതായത് എൻ്റെ 2 കാലും താഴെ തന്നെ എത്തുന്നുണ്ടായിരുന്നു. പിന്നെ ഹാൻഡിലൊന്നും ഇടിക്കുന്ന പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു. അതും എൻ്റെ ഹൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 176 cm ആണ്. പിന്നെ ഇവിടെ രണ്ടാമത്തെ ശ്രദ്ധിക്കേണ്ട കാര്യം അതായത് നമ്മുടെ റൈഡിങ് കംഫർട്ടിനകത്ത് റൈഡറിൻ്റെ കാര്യത്തിൽ പറയുവാണ്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടുത്തെ സസ്പെൻഷൻ നോക്കാൻ നേരത്ത് നല്ല ക്വാളിറ്റിയുള്ള സസ്പെൻഷനാണ്. അതായത് നമുക്ക് ഫ്രണ്ടിൽ വന്നേക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരു ടെലിസ്കോപ്പിക് സസ്പെൻഷനാണ്. പിന്നെ ബാക്കിൽ വന്നേക്കുന്നത് ലിങ്ക് ടൈപ്പ് മോണോക്രോസ് സസ്പെൻഷനാണ്. പക്ഷേ ഈ രണ്ട് സസ്പെൻഷൻ്റെയും സ്റ്റിഫ്നെസ് നോക്കുവാണെങ്കിൽ കുറച്ച് കട്ടി കൂടിയ രീതിയിലാണ് വന്നേക്കുന്നത്. അതിപ്പോൾ എനിക്ക് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയില്ല. കാരണം നമ്മളിപ്പോൾ മോശമായ റോഡിൽ കൂടെ ഓടിച്ചു നോക്കിയാൽ പോലും അങ്ങനെ സസ്പെൻഷനിൽ അങ്ങനെ പ്രശ്നങ്ങളൊന്നും വന്നില്ല. അതായത് നമുക്ക് സ്ട്രെയിൻ വരുന്നൊരു കാര്യം കണ്ടില്ലായിരുന്നു. പക്ഷേ ഇങ്ങനത്തെ ഒരു സെറ്റിംഗ് ചിലർക്ക് ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിച്ചോണം. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ കട്ടി കൂടിയ രീതിയിലുള്ള സസ്പെൻഷൻ ഇഷ്ടമല്ലെങ്കിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടിയാണ്. പിന്നെ ഇവിടുത്തെ സീറ്റിൻ്റെ കാര്യം പറയാൻ നേരത്ത് റൈഡറിന് അത്യാവശ്യം നല്ല വീതിയും വലിപ്പമുള്ള ഒരു സീറ്റ് ഏരിയ കിട്ടുന്നുണ്ട്. അത്യാവശ്യം നല്ല കുഷനിങ് വരുന്നുണ്ട്. പക്ഷേ പിലിയനിലേക്ക് വരാൻ നേരത്ത് പിലിയൻ്റെ സീറ്റിംഗ് സ്പേസ് എന്ന് പറയുന്നത് നല്ല കുറവാണ്. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പോൾ ഈ വണ്ടി എന്ന് പറയുന്നത് എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം അത് ഞാൻ MT-15 BS-4 ഓടിച്ചപ്പോഴും തോന്നിയൊരു കാര്യമാണ്. ഇത് നമ്മൾ ഒറ്റയ്ക്ക് ഓടിക്കാൻ വേണ്ടി പെർഫെക്റ്റ് ആയിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ഒരു വണ്ടിയാണ്. കാരണം നമ്മുടെ ബാക്കിലിരിക്കുന്ന ആളുടെ സീറ്റിംഗ് സ്പേസ് കുറവായതുകൊണ്ട് തന്നെ നമ്മൾ ബാക്കിലിരിക്കുന്ന ആൾക്ക് ചിലപ്പോൾ കംഫർട്ട് പെർഫെക്റ്റ് ആവണമെന്നില്ല. അത് നമ്മുടെ ബാക്കിലിരിക്കുന്ന ആളുടെ ഫിസിക്ക് അനുസരിച്ചാണ്. അത് നിങ്ങൾ ഒരു പിലിയനായിട്ട് എപ്പോഴും റൈഡ് ചെയ്യുന്നുള്ളൊരു കാര്യം ഉണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചോണം ഈ MT-15 എടുക്കാൻ പോവുകയാണെങ്കിൽ. എനിക്ക് വണ്ടിയുടെ റൈഡ് കൺട്രോളിൻ്റെ സമയത്ത് പറയേണ്ട ഒരു കാര്യം ഉണ്ടായിരുന്നു. അതായത് ഈ വണ്ടിയുടെ വെയിറ്റ് എന്ന് പറയുന്നത് കുറവാണ്, 138 kilograms ഉള്ളൂ. അപ്പോൾ അതും സഹായിക്കുന്നുണ്ട് ഈ കൺട്രോൾ ഇത്രയും നല്ലതാക്കി തന്നതിന്. നമ്മുടെ വണ്ടിയുടെ സേഫ്റ്റിയുടെ കാര്യത്തിലേക്ക് വരാൻ നേരത്ത് അത്യാവശ്യം നല്ല സേഫ്റ്റി ഉള്ളൊരു വണ്ടിയാണ് ഈ MT-15 എന്ന് പറയുന്നത്. കാരണം ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ബ്രേക്കും ടയർസും എല്ലാം നല്ല ഡയമെൻഷൻസും നല്ല മെഷർമെൻറ്റ്സും നല്ല ക്വാളിറ്റി ഉള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമുക്ക് സേഫ്റ്റി കാര്യത്തിനകത്ത് അങ്ങനെ പ്രശ്നങ്ങളൊന്നും എനിക്ക് തോന്നിയില്ലായിരുന്നു. അതിനകത്ത് തന്നെ ഇവിടുത്തെ ബ്രേക്കിൻ്റെ കാര്യം ആദ്യം പറയുവാണെങ്കിൽ നമുക്ക് ഫ്രണ്ടിൽ വരുന്ന ബ്രേക്ക് എന്ന് പറയുന്നത് 282 mm ഡിസ്ക്കാണ്. ബാക്കിലുള്ളത് 220 mm ഡിസ്ക്കാണ്. പിന്നെ ഫ്രണ്ട് നമുക്ക് EBS കിട്ടുന്നുണ്ട്. ഇതൊരു സിംഗിൾ ചാനൽ EBS ബൈക്കാണ്. പക്ഷേ ഇവിടുത്തെ ടയറിൻ്റെ ഡയമെൻഷനകത്ത് ഫ്രണ്ട് ടയറിന് 100 mm തിക്നെസ് ഉണ്ട്. പിന്നെ ബാക്ക് ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 140 mm തിക്നെസ് ആണ്. അത് ഈ ബാക്കിലത്തെ ടയർ റേഡിയൽ ട്യൂബ്ലെസ് ടയറും ഫ്രണ്ടിലത്തെ ട്യൂബ്ലെസ് ടയറുമാണ്. അപ്പോൾ ഇതെല്ലാം വെച്ചുകൊണ്ട് ഞാൻ ബ്രേക്കിംഗ് ടെസ്റ്റ് ചെയ്ത സമയത്ത് നമ്മുടെ പാനിക് ബ്രേക്കിംഗ് എന്ന് പറയുന്നത് ഒരു 85 km/h താഴെയാണ്. നമ്മൾ ആ ഒരു സ്പീഡിന് താഴെ വെച്ച് പെട്ടെന്നൊന്ന് ബ്രേക്ക് പിടിക്കുകയാണെങ്കിൽ വണ്ടി ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വണ്ടിയുടെ ബാക്ക് വീലൊന്നും പൊങ്ങാതെ സ്കിഡൊന്നും വരാതെ തന്നെ വണ്ടി നിൽക്കുന്നുണ്ടായിരുന്നു. അതിനൊക്കെ നമ്മൾ കോൺ ചെയ്യുന്ന സമയത്ത് നമുക്ക് ടൈറ്റ് ആയിട്ടുള്ള കോണേഴ്സൊക്കെ അത്യാവശ്യം നല്ല സ്പീഡിൽ എടുക്കാനും പറ്റുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നേക്കുന്നതുകൊണ്ട് തന്നെ എനിക്ക് ഇതിൻ്റെ സേഫ്റ്റിയുടെ കാര്യത്തിനകത്തും പ്രശ്നങ്ങളൊന്നും തോന്നിയതുമില്ല. അപ്പോൾ ഇതൊക്കെയാണ് MT-15 BS-6ൻ്റെ കസ്റ്റമൈസ് ഓറോ എഡിഷൻ അല്ലെങ്കിൽ MT-15 BS-6 വേർഷൻ്റെ മൊത്തമുള്ള കാര്യങ്ങളെന്ന് പറയുന്നത്. അതെല്ലാം നോക്കിക്കഴിഞ്ഞതിന് ശേഷം ഈ ഒരു പ്രൈസിങ് എടുക്കാൻ നേരത്ത് BS-6 വണ്ടിയുടെ ലൈനപ്പ് നോക്കാൻ നേരത്ത് അത്യാവശ്യം നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് ഈ MT-15 എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ MT-15യുടെ പോരായ്മകൾ നിങ്ങൾക്കൊരു വലിയ പ്രശ്നമാണെങ്കിൽ പ്രത്യേകിച്ച് ഈ ബാക്കിരിക്കുന്ന പിലിയൻ്റെ കംഫർട്ട് പോരായ്മയും അതിനൊക്കെ തന്നെ റൈഡറിന് വരുന്ന ഈ സീറ്റ് ആയിട്ടും അതിനൊക്കെ തന്നെ നമ്മുടെ ഈ സസ്പെൻഷൻ്റെ സ്റ്റിഫ്നെസ്സും ഒക്കെ നിങ്ങൾക്ക് ഒരു പോരായ്മയാണെങ്കിൽ നിങ്ങൾക്ക് ശ്രദ്ധിച്ചിട്ടേ എടുക്കാവൂ. പക്ഷേ ഇപ്പോൾ നിങ്ങൾക്ക് അതൊരു പ്രശ്നം അല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഈ വണ്ടിയുടെ ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഏറ്റവും ബെസ്റ്റായിട്ടാണ് കിട്ടുന്നത്. അത് ഈ ഒരു പ്രൈസ് റേഞ്ചിന് ഏറ്റവും നല്ലൊരു ഓപ്ഷനായി നിൽക്കുകയും ചെയ്യുന്നുണ്ട്.
അപ്പോൾ ഇത്രയുള്ള വീഡിയോ എന്ന് പറയുന്നത്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ട് ലൈക്ക് ചെയ്യുക, അതുകൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഈ ചാനൽ പ്രൊമോട്ടും ചെയ്യുക. നമുക്ക് എത്രയും പെട്ടെന്ന് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ബൈ.